നിലപാട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകും. ആരെ ചോദ്യം ചെയ്യുന്നു, ആരെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. ആര് കുറ്റം ചെയ്താലും അയ്യപ്പൻ്റെ സ്വർണ്ണം എടുത്താൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അതിൻ്റെ മറവിൽ ചില രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് അന്വേഷണം നടക്കട്ടെ, ഏതുവരെ പോകുന്നൊക്കെ അറിയട്ടെ. അത് തീർച്ചയായും. എന്താ സംശയം? എന്താ കടകംപള്ളിയിലൊക്കെ മാറ്റി നിർത്തി ഇത് തന്ത്രിയിൽ ഒതുക്കാൻ നിന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. എന്താണെങ്കിലും ഇപ്പോൾ പത്മകുമാർ പറയുന്ന മാത്രമല്ലല്ലോ. പത്മകുമാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതിൽ തന്നെ ഉണ്ട് കടകംപള്ളിക്കെതിരായിട്ടുള്ള സൂചന. അതായത് ഫയൽ അയച്ചതും എക്സാം ചെയ്യാൻ പറഞ്ഞ് അയച്ചതൊക്കെ അതും കൂടെ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. അവിടേക്കും കൂടെ എത്തട്ടെ. ഇതിൽ ഈ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഉദ്യോഗസ്ഥരൊക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അല്ല, ഞാൻ പറയുന്നത് പോറ്റിനെ അറസ്റ്റ് ചെയ്ത് തെറ്റെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. അന്വേഷണ സംഘത്തിൻ്റെ അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിൻ്റെ മറവിൽ രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ നോക്കിയാൽ അത് അംഗീകരിക്കില്ല. ഇതിപ്പം ഉയർന്ന മറ്റൊരു ചോദ്യം വിശ്വാസത്തെ കൂടിയാണ്. കാരണം തന്ത്രി പോലെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ പരമ്പരാഗതമായിട്ട് അവിടെ ആ ഒരു ഇത് ചെയ്തു വരുന്ന ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വിശ്വാസികൾക്ക് വലിയ തിരിച്ചടിയല്ലേ? തിരിച്ചടി ആരും വിശ്വാസത്തിന് തിരിച്ചടി ഉണ്ടാവുന്നില്ല. ദേവന്റെ ഹിതങ്ങൾ നോക്കി പ്രവർത്തിക്കേണ്ട ഒരു പ്രധാന ചുമതലയാണ് തന്ത്രിക്കുള്ളത്. അതാണ് ഹിന്ദുമത വിശ്വാസപ്രകാരം ക്ഷേത്രങ്ങളുടെ തന്ത്രിമാർക്കാണ് അതാത് ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിശ്ചയിക്കാനുള്ള, അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓരോ തന്ത്രിയുടെ പേരിൽ ഒരു അറസ്റ്റ് ഉണ്ടായെന്ന് ചോദിച്ചിട്ട് എല്ലാ തന്ത്രിമാരും അങ്ങനെയല്ല. അതിൻ്റെ മറവിൽ എല്ലാ വിശ്വാസികളും എന്താ പറയുക, വിശ്വാസങ്ങൾ തെറ്റാണെന്ന് ഒരിക്കലും ആരും വിചാരിച്ചത് നടക്കില്ല. വിശ്വാസങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ദേവന്മാരെയും ദേവിമാരെയും ഒക്കെയുള്ള ഞങ്ങളുടെ ഹിന്ദു മതത്തിൻ്റെ സങ്കല്പങ്ങൾ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭക്തജനങ്ങൾ. അതെല്ലാ മതങ്ങളുടെയാണ്. ഇസ്ലാം മതം രാഷ്ട്രീയം നോക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് ആശ്വാസം നൽകുന്ന അറസ്റ്റ്, അത് പ്രത്യേകിച്ച് നമുക്കിതിൽ ഈ കടകംപള്ളി അടക്കമുള്ള ആളുകളിലേക്കൊക്കെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണ് തന്ത്രിയിലേക്ക് പോകുന്നത്. അല്ല, തന്ത്രി മാത്രമല്ല, തന്ത്രിയോടൊപ്പം നിൽക്കുന്ന ആരാ? തന്ത്രി ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ തന്നെ ആരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത്? ആരാ? ദേവസ്വം ഭരണസമിതിയല്ലേ. അതിൽ നിന്ന് കൈയെഴുകാൻ പറ്റുമോ? ആരാണെങ്കിലും ചോദ്യം ചെയ്യട്ടെ. ഞങ്ങൾ ഇവരുടെ ചോദ്യം ചെയ്യലിനെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ അടൂർ പ്രകാശനെ ചോദ്യം ചെയ്താൽ ഫോട്ടോ ഉള്ളവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിനെ ചോദ്യം ചെയ്യണം. അതല്ലാതെ അടൂർ പ്രകാശിൽ മാത്രം ചോദ്യം ചെയ്യൽ ഒതുങ്ങിയാൽ പറ്റില്ല. ഫോട്ടോയിൽ കാണുന്ന പ്രകാരം ചോദ്യം ചെയ്യുകയാണെങ്കിൽ അടൂർ പ്രകാശിനെ മാത്രമല്ല, അങ്ങനെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാം. സംഘത്തിന്റെ മുകളിൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ല എന്നാണ്. രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കോടതിക്ക് വരെ കമന്റ് പറയേണ്ടി വന്നു. രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞാൽ പൂർണ്ണമായും ഈ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടെന്നാണ്. അതല്ല, ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പരാതി പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് ഊർജിതമായത്. അപ്പോൾ ഈ എന്താ പറയേണ്ടത്, വണ്ടി സ്ലോ ആവുമ്പോൾ ഒന്ന് ഹൈക്കോടതിക്ക് ഒന്ന് ഉന്തി കൊടുക്കേണ്ട ഒരു ചുമതല അതാണ് ഇപ്പോൾ അവർ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത്.